പേജ് നമ്പർ 42 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സസൈസിലെ. സപ്പോസ് വി ഡ്രോ എ സർക്കിൾ വിത്ത് ദ ബോട്ടം സൈഡ് ഓഫ് ദ ട്രയാങ്കിൾസ് ഇൻ ദ പിക്ചർ ആസ് ഡയമീറ്റർ. ഫൈൻഡ് ഔട്ട് വെദർ ദ ടോപ്പ് കോർണർ ഓഫ് ഈച്ച് ട്രയാങ്കിൾ ഈസ് ഇൻസൈഡ് ദ സർക്കിൾ, ഓൺ ദ സർക്കിൾ ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ. നമ്മൾ ഓൾറെഡി പഠിച്ചു, ഒരു സർക്കിളിൽ സെമി സർക്കിളിൽ ഉണ്ടാവുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്നല്ലേ. ഡയമീറ്ററിൻ്റെ എൻഡ് പോയിൻറ്റ്സിൽ നിന്നും ഒരു സർക്കിളിലോട്ട് വരയ്ക്കുന്ന ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഇസ് 90 ഡിഗ്രി നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇവിടെ നമുക്ക് തന്നേക്കുന്നത് ഫിഗറിൻ്റെ അകത്തിൽ AQB എന്ന് പറയുന്ന ആ ഒരു ആംഗിൾ 90 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ആ Q എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ബൗണ്ടറിയിലുള്ളൊരു പോയിൻ്റാണ്. ഇനി വേറെ എന്താ നമുക്ക് തന്നിട്ടുള്ളത്? AB ആണ് ഡയമീറ്റർ, Q എന്ന് പറയുന്നത് അപ്പം 90 ഡിഗ്രിയാണ്, ആംഗിൾ AQB എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് അല്ലേ. ഇനി നമുക്ക് കൂടാതെ വേറെ രണ്ട് ആംഗിൾ കൂടി തന്നിട്ടുണ്ട്, ആംഗിൾ APBയും ആംഗിൾ ARBയും. ആംഗിൾ Q എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ബൗണ്ടറിയിലുള്ളതാണ്, അപ്പം ഓൺ ദ സർക്കിളാണ് അല്ലേ. 90 ഡിഗ്രി, കൃത്യം 90 ഡിഗ്രി വരുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഈ ആംഗിൾ Q എന്ന് പറയുന്നത് ഓൺ ദ സർക്കിളാണെന്ന്. അടുത്തത് ആംഗിൾ P എന്ന് പറയുന്നത്, അതായത് ആംഗിൾ APB എന്ന് പറയുന്ന ആംഗിൾ P എന്താ 90 ഡിഗ്രീനേക്കാൾ കൂടുതലാണ്, 110 ഡിഗ്രി എന്നാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ 90 ഡിഗ്രീനേക്കാൾ കൂടുതലെന്ന് പറയുമ്പോൾ ആ ആംഗിൾ എവിടെ കിടക്കും? സർക്കിളിനുള്ളിൽ കിടക്കും. സോ ആംഗിൾ P ഈസ് ഇൻസൈഡ് ദ സർക്കിൾ. ഇനി നമുക്ക് മൂന്നാമതായിട്ട് ഒരു ആംഗിളും കൂടിയുണ്ട്, ആംഗിൾ R അല്ലെങ്കിൽ ആംഗിൾ ARB. അവിടെ തന്നിട്ടുണ്ട് ആംഗിൾ R എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ്. 70 ഡിഗ്രി എന്ന് പറയുന്നത് 90 ഡിഗ്രീനേക്കാൾ ചെറുതാണ്, അപ്പോൾ സർക്കിളിന് പുറത്തായിട്ടായിരിക്കും വരുന്നത്. സോ ആംഗിൾ R എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് മൂന്ന് കാര്യങ്ങൾ കിട്ടി. ആംഗിൾ Q ഈക്വൽ ടു 90 ഡിഗ്രി ഓൺ ദ സർക്കിൾ, ആംഗിൾ P വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ഇൻസൈഡ് ദ സർക്കിൾ, ആംഗിൾ R ലെസ് ദാൻ 90 ഡിഗ്രി ഔട്ട്സൈഡ് ദ സർക്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, for each diagonal of the quadrilateral shown, check whether the other two corners are inside, on or outside the circle with that diagonals are diameter. അപ്പോൾ നമുക്ക് എന്താ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട് അല്ലേ. ക്വാഡ്രിലാറ്ററൽ PQRS എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. ആ ക്വാഡ്രിലാറ്ററലിൻ്റെ 3 ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. 3 ആംഗിൾസ് അല്ല, എല്ലാ ആംഗിൾസും തന്നിട്ടുണ്ട്. കാരണം എന്താ, ഒരു ആംഗിൾ 105, അടുത്തത് 110, അടുത്തത് 55. നമുക്കറിയാം സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് എന്താ 360 ഡിഗ്രി അല്ലേ. ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ അകത്തുള്ള എല്ലാ ആംഗിളുകളുടെയും സം 360 ആണ്. ഇവിടെ 3 ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ ആ 3 ആംഗിളൂടെ കൂട്ടിയിട്ട് 360 നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ P കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ QSR എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആംഗിൾ P പ്ലസ് 105 ഡിഗ്രി പ്ലസ് 110 ഡിഗ്രി പ്ലസ് 55 ഡിഗ്രി ഈസ് ഇക്വൽ ടു 360 ഡിഗ്രി എന്ന് വരും. അവിടെ നമുക്ക് ആംഗിൾ P പ്ലസ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം 270 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 360. ആംഗിൾ P ഈക്വൽ ടു 360 ഡിഗ്രി മൈനസ് 270 ഡിഗ്രി. അപ്പോൾ നമുക്ക് ആംഗിൾ P എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ആംഗിൾ PQRS എല്ലാ ആംഗിളുകളും നമുക്ക് കിട്ടി അല്ലേ. നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കേണ്ടതായിരുന്നോ ചോദ്യം? അല്ല, നമുക്ക് ഈ ആംഗിളുകളെല്ലാം ഒരു സർക്കിളിൻ്റെ ഇൻസൈഡിൽ കിടക്കുമോ ഔട്ട്സൈഡ് കിടക്കുമോ ഓൺ ദ സർക്കിൾ കിടക്കുമോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ഓരോ സൈഡും ഡയമീറ്ററായിട്ട് എടുത്തിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നതിൽ QR എന്ന് പറയുന്നത് ഡയമീറ്ററായിട്ട് എടുക്കും. QR എന്ന് പറയുന്നത് ഒരു സർക്കിളിൻ്റെ ഡയമീറ്ററായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ആംഗിൾ Pയും ആംഗിൾ Rഉം ഉണ്ടല്ലോ എക്സ്ട്രാ ആയിട്ട് വരുന്നത്. ആ ആംഗിൾ Pയും Rഉം എവിടെ കിടക്കുന്നതെന്നാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ആംഗിൾ P എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. QS ഡയമീറ്ററായിട്ട് എടുത്തൊരു സർക്കിൾ വരച്ചാൽ ആംഗിൾ P എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ആംഗിൾ P വിൽ ബി ഓൺ ദ സർക്കിൾ അല്ലേ. കാരണം എന്താ, ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് അല്ലെങ്കിൽ 90 ഡിഗ്രി നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി അടുത്ത് നമുക്ക് ആംഗിൾ R എവിടെ കിടക്കുന്ന കണ്ടുപിടിക്കേണ്ടത്. QS ഡയമീറ്ററായിട്ട് വരച്ചിട്ട് നോക്കുമ്പം, ഒരു സർക്കിൾ വരച്ചിട്ട് നോക്കുമ്പം ആംഗിൾ R എന്ന് പറയുന്നത് 90 ഡിഗ്രീനേക്കാൾ ചെറുത്. 90 ഡിഗ്രീനേക്കാൾ ചെറുതെന്ന് പറയുമ്പോൾ എന്താ, സർക്കിളിന് പുറത്തായിരിക്കും കിടക്കുന്നത്. സോ ആംഗിൾ R വിൽ ബി ഔട്ട്സൈഡ് ദ സർക്കിൾ. അപ്പോൾ നമുക്ക് Pയും Rഉം കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അടുത്ത കേസിൽ PS എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഡയമീറ്ററായിട്ട് എടുത്തിട്ട് Qയും Sഉം എവിടെ കിടക്കുന്നു എന്ന് കണ്ടുപിടിക്കും. രണ്ട് കേസസ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ആദ്യം നമ്മൾ PR ഡയമീറ്ററായിട്ട്
ക്യു എസ് ഡയമീറ്റർ ആയിട്ട് എടുത്തിട്ട് പിയും ആറും എവിടെ കിടക്കുന്നു എന്ന് കണ്ടുപിടിച്ചു. ഇവിടെ നമ്മൾ പി ആർ എന്ന് പറയുന്നത് ഡയമീറ്റർ ആയിട്ട് എടുത്തിട്ട് ക്യു എസ് എവിടെ കിടക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ പോവാം. സോ പി ആർ ഡയമീറ്റർ ആയിട്ട് എടുക്കുമ്പം ആംഗിൾ ക്യൂ നോക്കിക്കേ. ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് എന്താ 105 ഡിഗ്രിയാണ് ആംഗിൾ ക്യൂ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി എന്ന് പറയുമ്പം സർക്കിളിന് അകത്തായിരിക്കും കിടക്കുന്നത് അല്ലേ. സോ ക്യൂ വിൽ ബി ഇൻസൈഡ് ദ സർക്കിൾ. ഇനി അടുത്ത ആംഗിൾ ഏതാ? എസ്. എസ് എന്ന് പറയുന്നത് എത്ര? 110 ഡിഗ്രിയാണ്, വിച്ച് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. 90 ഡിഗ്രിനേക്കാൾ വലുതാണ്. സോ 90 ഡിഗ്രിനേക്കാൾ വലുത് വന്നാൽ നമുക്ക് എന്ത് പറയാം? ആ ആംഗിൾ എന്ന് പറയുന്നത് എവിടെ കിടക്കും? ഇൻസൈഡ് ദ സർക്കിൾ കിടക്കും. സോ ആംഗിൾ എസ് വിൽ ലൈ ഓൺ ഇൻസൈഡ് ദ സർക്കിൾ അല്ലേ. എസ് വിൽ ബി ഇൻസൈഡ് ദ സർക്കിൾ. അപ്പോൾ നമുക്ക് 4 ആംഗിൾസും എവിടെ കിടക്കുന്നു എന്ന് കണ്ടുപിടിച്ചല്ലോ. ആംഗിൾ പി വിൽ ബി ഓൺ ദ സർക്കിൾ, ആംഗിൾ ആർ വിൽ ബി ഔട്ട്സൈഡ് ദ സർക്കിൾ, ആംഗിൾ ക്യൂ ആൻഡ് എസ് വിൽ ബി ഇൻസൈഡ് ദ സർക്കിൾ.